നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള CPM-നെ തീച്ചൂളയിൽ നിർത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയിൽ തിരിച്ചടി കിട്ടുമോ എന്നുള്ള ഭയം സർക്കാരിനെയും വേട്ടയാടുന്നു. പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് ഇപ്പോഴും പല വേദികളിൽ ഉയർന്നു കേൾക്കുന്നുമുണ്ട്. ഇതുകൂടാതെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി എത്തുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ, അതായത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പാരഡി ഗാനം പാടി CPM-നെ വെട്ടിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല വഴിക്ക് പാഞ്ഞ് CPM-ന്റെ നേതാക്കൾ ശബരിമല തങ്ങൾക്കൊരു തിരിച്ചടി ഉണ്ടാക്കുന്നില്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന വേദികളിലെല്ലാം ശബരിമല അതൊരു പ്രതിസന്ധിയേ അല്ല എന്ന് അവർ പറയുന്നു. കാരണം സർക്കാർ അന്വേഷണവുമായി വളരെ മികച്ച രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെന്നാണ് CPM വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ടാണ് അതിൽ പല സത്യങ്ങളും പുറത്തേക്ക് വന്നതും പല വമ്പന്മാർ അറസ്റ്റിലായതും. എന്നാൽ ഇപ്പോൾ അത് തങ്ങളുടെ ക്രെഡിറ്റിലേക്ക് മാറ്റുകയാണ് CPM. ഇത് മാത്രമല്ല, CPM-ന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ശബരിമല വിഷയത്തിൽ അത് ഒരു പ്രതിസന്ധിയല്ല, എതിരാളികൾ തങ്ങൾക്ക് നേരെ ശബരിമല ആയുധമാക്കുന്നു എന്നൊക്കെ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോരുത്തരായിട്ട് ഓരോ ദിവസവുമായി വന്ന് ശബരിമലയെക്കുറിച്ച് മെഴുകുകയാണ്. MA ബേബിയും ഇപ്പോൾ മെഴുകൽ അടങ്കൽ ഏറ്റെടുത്ത് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ MA ബേബി മെഴുകി വന്നപ്പോൾ അതിൽ ചില പ്രസ്താവനകളൊക്കെ CPM-ന് തന്നെ തിരിച്ചടിയായിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്ക് പങ്കുള്ളതായി കരുതുന്നില്ല എന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കിയത്. ഇത് CPM-ന്റെ നിലപാടിന് നേരെ വിപരീതമായി പോയി. കാരണം ശിവൻകുട്ടി ഉൾപ്പെടെ CPM-ന്റെ മന്ത്രിമാരും MLA-മാരും ഒക്കെ നിയമസഭയിൽ സോണിയാഗാന്ധിക്ക് നേരെയായിരുന്നു വിരൽ ചൂണ്ടിയത്. പോറ്റിയെ കേറ്റിയത് കോൺഗ്രസ് ആണ് എന്ന് അവർ തിരിച്ചു പാടുകയും ചെയ്തിരുന്നു. ഇത് മാത്രമല്ല, സോണിയാഗാന്ധിയുടെ വീട്ടിൽ റെയ്ഡ് ചെയ്യണമെന്നും അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് വരെ ശിവൻകുട്ടി പറഞ്ഞിരുന്നു. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നിലപാടാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ MA ബേബി സ്വീകരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പാരഡി ഗാനം പാടിയപ്പോൾ അതിനെ തള്ളിപ്പറയാൻ സോണിയാഗാന്ധിക്ക് നേരെ ആരോപണം തിരിച്ച CPM നേതാക്കളെ തന്നെയാണ് MA ബേബി ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ പങ്ക് തെളിയിക്കുന്ന രേഖകളൊന്നും പുറത്തു വന്നിട്ടില്ല. മുൻ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ പ്രതിയോടൊപ്പം ഒന്നിലധികം സോണിയയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇതിൽ സംശയാസ്പദമായ കുറെ കാര്യങ്ങളുണ്ടെന്നും ബേബി വ്യക്തമാക്കി. പത്മകുമാറിന് സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കില്ലെന്നും MA ബേബി വാദിക്കുന്നു. തെറ്റ് കണ്ടുപിടിക്കുന്നതിൽ ഭരണപരമായ വീഴ്ചയുണ്ടായതാണ് പത്മകുമാർ ചെയ്ത കുറ്റം. ചുമതലയിൽ ശ്രദ്ധ ചെലുത്താത്തതുകൊണ്ട് അവിടെ ചില കുറ്റകൃത്യങ്ങളുണ്ടായി. ബോർഡ് ചെയർമാനായിരിക്കെ എല്ലാം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ശ്രദ്ധിച്ചില്ലെന്ന കുറ്റം മാത്രമേ പത്മകുമാർ ചെയ്തിട്ടുള്ളൂ എന്നും MA ബേബി കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധി ഉച്ചാരണ ശുദ്ധിയില്ലാതെ ഇവിടെ പാട്ട് പാടിയല്ലോ. സ്വർണം കെട്ടവൻ ആരപ്പ എന്ന് ചോദ്യം എവിടെ പോയി ചോദിക്കണം എന്നുള്ളത് ജനം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും MA ബേബി പറഞ്ഞു. അതായത് ശബരിമല വിഷയത്തിൽ വെട്ടിലാകാൻ മാത്രം CPM-ന് ഒന്നുമില്ലെന്നും പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുന്നത് കോൺഗ്രസ് ആണെന്നും MA ബേബി പറയുന്നുമുണ്ട്. എന്നാൽ പത്മകുമാറിനെ വെള്ള പൂശിയത് അത് പത്തനംതിട്ടയിൽ തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പത്തനംതിട്ടയിലെ CPM നേതൃത്വത്തിലെ പലരും ആവശ്യപ്പെട്ടത് എത്രയും പെട്ടെന്ന് പത്മകുമാറിനെ പുറത്താക്കണം, അയാളെ ചേർത്ത് നിർത്തുന്ന നിലപാട് സ്വീകരിക്കരുത്, അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കും എന്നായിരുന്നു. എന്നാൽ പത്മകുമാറിനെതിരെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കാതെ പാർട്ടി സംരക്ഷിച്ചു പോരുകയാണ്. അതിൻ്റെ ഒരു മുറുമുറുപ്പ് ജനങ്ങൾക്കുണ്ട്. കാരണം കൈവച്ചിരിക്കുന്നത് ശബരിമലയിലാണല്ലോ. എന്നാൽ പത്മകുമാറിനെ വെറുതെ അങ്ങ് കോടതി ജയിലിലേക്ക് കൊണ്ട് തള്ളുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നേതാക്കൾ ഓരോരുത്തരായി വന്ന് വീണ്ടും കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരെ വെളുപ്പിക്കുകയാണ് എന്നുള്ള വലിയ വിമർശനം ഇപ്പോൾ ശക്തമാകുകയാണ്. MA ബേബി പത്മകുമാറിനെ കുറിച്ച് സംസാരിച്ചത് തന്നെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് CPM-ന്. ഈ ഘട്ടത്തിൽ ഇനി അടുത്ത ആളെ മെഴുകാൻ ഇറക്കണം. SDPI-യോട് വോട്ട് ചോദിക്കുകയോ ചർച്ച നടത്തുകയോ ചെയ്തിട്ടില്ല. വോട്ട് ചെയ്യുന്നത് ഓരോരുത്തരുടെയും അവകാശമാണ്. സ്വഭാവ സർട്ടിഫിക്കറ്റ് നോക്കി വോട്ട് ചെയ്യുന്നവരെ കടത്തിവിടാൻ കഴിയുമോ? SDPI-യുമായി ഡീൽ നടത്തുന്നത് കോൺഗ്രസ് ആണ്. കാസർഗോഡ് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ പറഞ്ഞത് UDF ആണ്. തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സെഞ്ചുറി അടിക്കും. തുടർ ഭരണം ഉറപ്പാണ്. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റിൽ തെറ്റുപറ്റിയെങ്കിൽ തിരുത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ അറിവോടെ ഒന്നും സംഭവിച്ചിട്ടില്ല. മതഭാഷ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. മറ്റുള്ളവർ അവരെ വോട്ട് ബാങ്കായി കാണുകയാണെന്നും MA ബേബി പറഞ്ഞു. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ പങ്കുവെച്ച് CPM അനുകൂലികൾ
സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രചരണം നടത്തിയിരുന്നു. സംഭവത്തിൽ സോണിയാഗാന്ധിക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് CPM നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തു. സോണിയാഗാന്ധിയുടെ വസതിയിൽ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രവേശനം ലഭിച്ചതെന്നും സോണിയാഗാന്ധിക്കും അടൂർ പ്രകാശിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ഞെട്ടിക്കുന്നതാണെന്നും മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു നിയമസഭയിൽ പ്രതികരിച്ചത്. അത്തരത്തിൽ സോണിയാഗാന്ധിക്ക് നേരെ വിരൽ ചൂണ്ടി കോൺഗ്രസിനെയും പ്രതിസന്ധിയിലാക്കിയത് CPM ആയിരുന്നു. എന്നാൽ MA ബേബി രംഗത്തേക്ക് വരുമ്പോൾ MA ബേബി പറയുന്നത് സോണിയാഗാന്ധിക്ക് അതിൽ പങ്കുണ്ടെന്ന് കരുതുന്നില്ല എന്നാണ്. അപ്പോൾ ഒരു വിഷയത്തിൽ തന്നെ രണ്ട് നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. ഇവർക്കിപ്പോൾ വന്ന് നിലപാടെന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കുമോ? നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി ഒന്ന് പരിശോധിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ഒരു പാട്ട്, ആ ഒരു പാരടി ഗാനം CPM-ന്റെ തലമണ്ട പിളർക്കുന്ന അടിയാണ് കൊടുത്തത്. അതായത് പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നുള്ള പാട്ട്, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നല്ലോ ഒരു പാട്ടിലൂടെ ഉയർന്നു കേട്ടത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അതത്ര നിസ്സാര വിഷയമായിരുന്നില്ല. അവർക്ക് പഞ്ചായത്തുകളിൽ പോലും കാലിടറിയത് അവിടെയാണ്. പിന്നീട് നമ്മൾ കണ്ടതാണ് CPM-ന്റെ നേതാക്കൾ വിറളി പിടിച്ചോടുന്നത്. അതായത് അടിത്തറ ഇളകിയപ്പോൾ, പഞ്ചായത്തുകളിൽ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ തന്നെ അപകടം CPM മണത്തു കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പിന്നീടുള്ള സമയങ്ങളിൽ അത്രയും ഈ പറയുന്ന ശബരിമലയിൽ തങ്ങൾ സംരക്ഷണമാണ് ഒരുക്കുന്നത് എന്ന് കാണിക്കാനുള്ള വലിയ വ്യഗ്രതയായിരുന്നു നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടായത്. പിണറായി വിജയൻ പമ്പയിൽ പോയി ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയ അന്ന് തുടങ്ങിയതായിരുന്നു CPM-ന്റെ കാലക്കേട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേട്ടയാടി. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമല വേട്ടയാടുമോ എന്നുള്ള ഭയം നേതാക്കൾക്ക് ഉണ്ട്. കാരണം ഇത്തവണ ഭരണം പിടിക്കേണ്ടത് CPM-ന്റെ രാഷ്ട്രീയ ഭാവിയുടെ ഒരു ആവശ്യം കൂടിയാണ്. ഭരണം കിട്ടിയില്ലെങ്കിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ശബരിമല CPM-നെ ചതിച്ചു, അല്ലെങ്കിൽ ശബരിമല CPM-ന്റെ തിരിച്ചടിക്ക് കാരണമായി എന്നുള്ള വ്യാഖ്യാനം ഉണ്ടാകും. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് യുദ്ധമായിരുന്നല്ലോ അന്ന് പത്തനംതിട്ടയിൽ നടന്നത്. കേരളം മുഴുവൻ വലിയ പ്രതിഷേധങ്ങൾ ഉടലെടുത്ത സമയമായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞു വന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM വീണ്ടും തുടർ ഭരണം കിട്ടി വമ്പൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ കയറുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അന്ന് CPM-കാർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, അയ്യപ്പൻ ഞങ്ങളോടൊപ്പമാണ് എന്ന്. ഇന്നിപ്പോൾ ശബരിമലയിലെ സർവസ്വവും മഞ്ഞ കണ്ടിട്ടുള്ള എല്ലാ സംഭവങ്ങളും അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. പിന്നിൽ CPM-ന് വലിയ ഗൂഢാലോചന, CPM-ന്റെ നേതാക്കൾക്കെല്ലാം പങ്കുണ്ട് എന്നുള്ള ആരോപണം ശക്തമായി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുകയാണ്. ഇത്തവണ എന്ത് സംഭവിക്കും? അധികാരം കിട്ടിയില്ലെങ്കിൽ അയ്യപ്പൻ കൈവിട്ടു എന്ന് വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് അധികാരം പിടിക്കാൻ ഏതറ്റം വരെയും പോകും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.